ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ല മൂടലുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. എല്ലായിടത്തും മഴയാണെന്ന് ടി വി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മമ്മി വിളക്ക് കത്തിച്ചിട്ടുണ്ടാവുമേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിൽ കയറി ചായ ഇട്ട് ചായക്കുള്ള പണി നോക്കുക കേട്ടോ. അപ്പോഴത്തേനും ചേട്ടായി പോകാനാവും. ചേട്ടായി പെട്ടെന്ന് പോകും. രാവിലെ ഒരു 7:30 ആകുമ്പം പോവേ. പിന്നെ ചേട്ടായിക്കുള്ള ചായയും വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടോ. അങ്ങനെ പുറത്ത് പോയി നോക്കിയപ്പം പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുവിന് പുറത്ത് പ്രാവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് മമ്മി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ആക്കുന്നത്. ഇവിടെ സൂചി റവയും കൊണ്ടാട്ടോ ഉപ്പുമാവ് ആക്കാറ്. റവയും കൊണ്ട് ആക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കത്ര ഇഷ്ടമില്ല. അതിങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ പുട്ടും ആക്കാറുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പഴം കൊട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. സൂചി റവയും കൊണ്ട് ഇവിടെ ഉപ്പുമാവ് ആക്കാറ്. അങ്ങനെ അതും പിന്നെ ഏത്തയ്ക്കപ്പഴം ഉണ്ടായിരുന്നു. ഈ ഉപ്പുമാവ് ആക്കുമ്പോൾ അതിലേക്ക് ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല സോഫ്റ്റായിരിക്കുമേ. അങ്ങനെ കുറച്ച് നേരം അത് അടച്ച് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഇത് ഓഫാക്കിയാൽ മതി, ഫ്ലെയിം ഓഫാക്കിയാൽ മതി. ഞാൻ സാധാരണ എപ്പോഴും ഉപ്പുമാവ് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കാൻ മറന്നു പോകും കേട്ടോ. എന്നിട്ട് അടി വെച്ച് കരിഞ്ഞു പോകും. കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു, അതും തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഉപ്പുമാവും പഴവും മുട്ടയും കൂടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അപ്പോഴത്തേനും ചേട്ടായി വന്നിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കുളിപ്പിച്ച് അവനും ഫുഡ് കൊടുത്തു. പിന്നെ ഉച്ചത്തേക്കുള്ള ലഞ്ചിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് മോര് കറി ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിന് കക്കിരിക്ക അരിഞ്ഞിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് കുക്കറിനകത്ത് കഷ്ണങ്ങളായിട്ടിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടിടും കേട്ടോ. കുമ്പളങ്ങ ഉണ്ട് നല്ലതാട്ടോ. മോര് കറിക്കൊക്കെ കുമ്പളങ്ങ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലതാട്ടോ. പിന്നെ ഞാൻ വെള്ളരിക്കയെല്ലാം അരിഞ്ഞിട്ട് കുക്കറിനകത്ത് ഇട്ടു. പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ വെള്ളം കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിൽ മതി കേട്ടോ. അതാകുമ്പോഴത്തേനും വെന്തോളും, ഇല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അത് കഴിഞ്ഞ് 2 വിസിൽ കഴിയുമ്പോൾ ഞാൻ ചട്ടിക്കകത്തേക്ക് ഒഴിച്ചിട്ട് അതിനകത്താട്ടോ കറി വെക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് ചിലവ് കൂടുതലായതുകൊണ്ട് മാത്രം കുക്കറിനകത്ത് വെക്കുന്നില്ലെങ്കിൽ ചട്ടിക്കകത്ത് തന്നെയല്ലേ നമ്മൾ വെക്കാറ്. അങ്ങനെ ചട്ടിക്കകത്തേക്ക് അതിനൊഴിച്ചിട്ട് പിന്നെ അരപ്പ് ചേർക്കും. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം അതൊക്കെ ചേർത്തിട്ട് പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ പച്ചമുളകാട്ടോ ചേർക്കുന്നത്, കാന്താരി ഇല്ലാത്തതുകൊണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കും കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ മോര് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അരപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും അരപ്പ്. അതുകൊണ്ട് നേരത്തെ ഞാൻ മോര് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അരപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് തിളയ്ക്കാൻ നേരത്ത് അതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. മോര് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പാടില്ല. അമ്മയൊക്കെ പറയും ഇങ്ങനെ തവി നമ്മളിങ്ങനെ പൊക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആവി പറക്കുമല്ലോ, ചൂടാവുക മാത്രമേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കും. കടുകും ഉലുവയൊക്കെ ഇട്ടിട്ട്, ഉലുവയാണല്ലോ ഇതിൻ്റെ മെയിൻ, അതൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിക്കും. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടും കേട്ടോ, അത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുമര വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് കറി ആക്കാറ്, ഇവിടെ തോരനാട്ടോ ആക്കാറ്. കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 7-8 വിസിലെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടായിരുന്നു അത് വെന്തത്. അതൊരു 2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ അരപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ നല്ലോണം ചെറിയ ഉള്ളി ചേർത്താൽ നല്ലതാണ്. അതും കൂടി ഇട്ടിട്ട് ഒതുക്കിയെടുക്കും കേട്ടോ. ഒതുക്കിയെടുത്തിട്ട് അത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഈ ഒതുക്കി വെച്ച തേങ്ങയെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഇത് വേവിച്ച് വെച്ച് അതും കൂടി തുമരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണേ. എൻ്റെ വീട് കർണാടകത്തിലാണ്. അപ്പോൾ അവിടെയൊന്നും ഇത് സാധനം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ വരുമ്പോൾ ഇത് മേടിച്ചുകൊണ്ട് പോകും. അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവർ മിനിങ്ങാന്ന് വീട്ടിലേക്ക് പോയട്ടോ. അങ്ങനെ മമ്മി മീൻ വെട്ടി തരുന്നുണ്ടായിരുന്നേ. അത് ഞാൻ വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെക്കും കേട്ടോ.
കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന പാത്രം എല്ലാം കഴുകി. പിന്നെ നോക്കിയപ്പോൾ പോളിയോ ഉണ്ടായിരുന്നു ഇന്ന് കുഞ്ഞിന്. അങ്ങനെ ചേട്ടായി കൊണ്ടുപോയിട്ട് പോളിയോ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ ഹെൽത്ത് സെൻറ്റർ, ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. അങ്ങനെ അവർ പോയിട്ട് വന്നു. അതാ കൈ കാണിച്ചു തരുന്ന കേട്ടോ, വോട്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മീനെല്ലാം വറുത്തെടുത്തട്ടോ. കുറച്ച് ഞാൻ പോയി നോക്കിയപ്പോൾ ഒരാൾ ഭയങ്കര കണ്ണാടിയൊക്കെ നോക്കിയിട്ട് സ്റ്റൈലാക്കുന്നുണ്ട്. കണ്ണാടി കാണത്തില്ല, എന്നാലും മുടിയൊക്കെ ചീകി സ്റ്റൈലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവന് ഫുഡ് കൊടുത്തട്ടോ. കാക്കേനെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാക്കേനെയൊക്കെ കാണിച്ചിട്ട് ഫുഡ് കൊടുക്കുവാണ്. അപ്പോഴത്തേന് 2 കാക്ക അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അതിനോട് വാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.